നാട്ടുകാരെയും നമ്മുടെ സ്കൂൾ അങ്കണത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പറ്റം മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും നമ്മൾ ഇവിടെ വിദ്യ പകർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശാസ്ത്രമേളയിലും ഒക്കെ നമ്മുടെ നിരവധി എ ഗ്രേഡുകൾ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് ലഭിച്ചു എന്നുള്ളതും പ്രശംസനീയമാണ്. അതുപോലെ നമുക്ക് അതിനെല്ലാം മേമ്പടി എന്നോണം മാറ്റുകൂട്ടും വിധം നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് വർണ്ണക്കൂടാരം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവിടുത്തെ NSSന്റെ ഭാഗമായിട്ടുള്ളൊരു എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിൽ സ്കിൽ ടു വെഞ്ചർ എന്നൊരു പദ്ധതിയുടെ ഞങ്ങൾ കയറി കണ്ടിട്ട് ആണ് വരുന്നത്. സ്കിൽ ടു വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിക്കുന്നവർക്ക് അവരുടെ ഈ പഠിക്കുന്ന സ്കില്ല് പുസ്തകത്തിലും നോട്ട് ബുക്കിലൊക്കെ വായിച്ചു എഴുതിയും പഠിച്ചാൽ പോരാ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കിൽ ടു വെഞ്ചർ. AC മെക്കാനിക് കോഴ്സ് ഉണ്ട് അവിടെ VHSക്ക്. AC എങ്ങനെ നന്നാക്കാവുന്ന കുട്ടികൾ പഠനത്തിൻ്റെ ഭാഗമായി പരിശീലിക്കുന്ന ഒരു സ്കീമാണ് നടക്കുന്നത്. ഇവിടെ കുട്ടികൾ നോക്കി 13 ഇനമാണ് ഈ നമ്മുടെ വർണ്ണക്കൂടാരത്തിൽ. വലിയൊരു തുകയൊന്നും മുടക്കിയെന്ന് വെച്ചാൽ അല്ല, എന്നാൽ സാമാന്യം നല്ല തുകയുണ്ട്. സ്കൂളിന് അടിസ്ഥാന സൗകര്യം എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഏതാനും ലക്ഷങ്ങൾ 10 ലക്ഷത്തിലധികം രൂപയാണ് മുടക്കി കുട്ടികൾക്ക് പലതരത്തിൽ കളിക്കാനുള്ള സൗകര്യം. എല്ലാവരും സ്കൂളിലേക്ക് വരുന്നതിന് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇവിടുത്തെ അന്തരീക്ഷമായിരിക്കും. പണ്ടൊക്കെ 1-ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കാൻ പോയാൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ചേർക്കാൻ പോയാൽ വലിയ കരച്ചിലും ബഹളമാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്തൊക്കെ പരിശീലിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം. അതിന് പറ്റുന്ന ക്ലാസ് മുറിക്കകത്താണെങ്കിൽ ഇവിടെ പുറത്ത് കളിക്കാനുള്ള സൗകര്യമുണ്ട്, ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, ചെറിയ ഫോറസ്റ്റിൻ്റെ കാര്യങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ സൈക്കിൾ ചവിട്ടി വരുവാണെങ്കിൽ നടന്നു പോവാണെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് ഒരു സാമൂഹ്യമായി ജീവിക്കാനുള്ള പരിശീലനം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് വന്നാലോ, ഞാൻ ഈ വർണ്ണക്കൂടാരം പല സ്കൂളിലും കൊച്ചു പള്ളിക്കൂടങ്ങളിലാണ് ഇതുള്ളത്. അവിടെ കുട്ടികൾക്ക് പാട്ട് പാടാൻ കഥ പറയാൻ ഒക്കെ പറ്റുന്ന മൈക്കും സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടികൾ ആ മുറിക്കകത്ത് നിന്ന് വേണമെങ്കിൽ അവർക്ക് പാട്ട് പാടാം. പലരും പല കഴിവ് കാണും, പക്ഷെ അവർക്ക് സദാഗമമുണ്ട്. ആളുകളുടെ മുന്നേ വരാൻ ഇല്ലേ പലപ്പോഴും പേടിയാണ്, വിഷമമാണ് കളിക്കാൻ ഇറങ്ങാൻ, അല്ലെ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, പ്രസംഗിക്കാൻ. ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ അവരുടെ സ്റ്റേജ് ഉണ്ട്, ഒരു മൈക്കുണ്ട്, ലൈറ്റുണ്ട്. നാടകം കളിക്കണം, അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുകയാണ്, അവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ പഴയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ആ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ക്ലാസ് മുറികളും അന്തരീക്ഷങ്ങളുണ്ട്. പണം വരയ്ക്കുന്നവരുണ്ട്, ഞങ്ങൾ എല്ലാ തരം കലാരൂപങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ മിക്കവാറും 5-8 സ്കൂളുകളുണ്ട് ഈ സ്കിൽ ടു വെഞ്ചർ സംവിധാനം. ഇനി ബോയ്സ് ഹൈസ്കൂളിൽ സംസ്ഥാന തലത്തിലെ സ്കിൽ ടു വെഞ്ചറിൻ്റെ ഉദ്ഘാടനം കാത്തിരിക്കുക. അവിടെ നിന്നറിയോ 3D പ്രിന്റിംഗ് ആണ്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിന്റിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റേ പേപ്പറിലടിക്കുന്ന പ്രിന്റിംഗ് അല്ല. നിങ്ങളുടെ ആരുടെയും മുഖം 3 സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് എടുത്തപ്പോൾ എൻ്റെ മുഖവും തലയും എടുത്തിട്ട് ഇത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്താൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഉണ്ടായി വരുന്ന പ്രിന്റിംഗ് സംവിധാനമാണ് ഈ 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ആ 3D പ്രിന്റിങ് നമ്മുടെ കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഇപ്പോൾ സംവിധാനം വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു 5-8 വർഷം മുമ്പ് 10, 100, 200 കോടി ആവുന്ന ഒരു യൂണിറ്റാണ്. ഇപ്പോൾ അത് വില കുറഞ്ഞ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലിക്കാൻ വരെ അവിടെ വന്നിട്ടുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പോയി, ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഒരു ട്രയൽ ഇവർ കാണിക്കാൻ പോയി. എൻ്റെ അടുത്ത് എൻ്റെ ഒരു തലയുടെ രൂപം ഉണ്ടാക്കി 3D പ്രിൻറ്റിങ് വന്നു. അപ്പോൾ 3D പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ പ്രതിമ ഉണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ ശരീരഭാഗത്തെ സംബന്ധിച്ച് ഇപ്പം കരളോ കിഡ്നിയോ തലച്ചോറോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ CT സ്കാനും മറ്റും എടുത്തിട്ട് സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത് ചെയ്യാൻ പറ്റും ഡോക്ടർമാർക്ക് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പല സൗകര്യങ്ങളും കിട്ടുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണ്. അതുകൊണ്ടെന്താ, കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ല കേരളത്തിൽ കഴിഞ്ഞ SSLCക്കും +2-നും ഏറ്റവും ഉയർന്ന റിസൾട്ടുള്ള വിദ്യാഭ്യാസ ജില്ല കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്.